പ്രിയദർശിനി, സ്ത്രീകളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് പുതിയ മുഖം. നിർവഹണം പ്രജിഷ രാജേഷ്. നിർവഹണ സഹായം റനീഷ് ആര്യപ്പള്ളി. കേരളത്തിലെ സ്ത്രീ സമൂഹത്തിന്റെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന്റെയും അന്തസ്സിന്റെയും ചരിത്രത്തിലെ ഒരു പുതിയ അധ്യായത്തിനാണ് തുടക്കം കുറിക്കുന്നത്. ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഭാഗമായി സംസ്ഥാനത്തെ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും KSRTC ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് സർക്കാർ ഔദ്യോഗിക അനുമതി നൽകിക്കഴിഞ്ഞു. നിലവിൽ 3125 ഓർഡിനറി ബസ്സുകളാണ് കോർപ്പറേഷന്റെ കൈവശമുള്ളത്. സംസ്ഥാനത്തിന്റെ ഓരോ കോണിലും ഈ പദ്ധതിയുടെ പ്രയോജനം എത്തുമെന്ന് ഇതിലൂടെ ഉറപ്പാക്കുന്നു. ഏവർക്കും നമസ്കാരം. ഞാൻ ശ്രീഷാദ്, KSRTC ജീവനക്കാരുടെ സ്വതന്ത്ര സംഘടനയായ ഫോറം ഫോർ ജസ്റ്റിസിന്റെ സെക്രട്ടറിയാണ്. ജൂൺ 15 കേരളത്തിന്റെ പൊതുഗതാഗത ചരിത്ര പുസ്തകത്തിൽ പുതിയൊരു അധ്യായം കൂടി എഴുതി ചേർക്കപ്പെടുന്ന സുദിനമാണ്. ഇന്ത്യയുടെ ഉരുക്കുവനിത എന്നറിയപ്പെടുന്ന മൺമറഞ്ഞ മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ നാമധേയത്തിലാണ് ഈ പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നത്. ഏത് സർക്കാരായാലും വിവിധ മേഖലകളിൽ അവരുടേതായ നയങ്ങളാണ് നടപ്പിലാക്കുന്നത്. തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ പ്രധാനപ്പെട്ടതും ഏറെ ചർച്ച ചെയ്യപ്പെട്ടതുമായിരുന്നു സ്ത്രീകൾക്കുള്ള യാത്രാ സൗജന്യം. പുതിയ സർക്കാരിൻ്റെ ഗതാഗത നയങ്ങളുടെ ഭാഗമായി ആ വാഗ്ദാനം പാലിക്കപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ ഓർഡിനറി ബസ്സുകളിൽ, പ്രത്യേകിച്ച് വയനാട്ടിൽ, ഭൂരിഭാഗവും സ്ത്രീ യാത്രക്കാരാണ്. അതും സാധാരണക്കാരിൽ സാധാരണക്കാരായ തുച്ഛമായ ശമ്പളത്തിന് ജോലി ചെയ്യുന്നവർ. ഒരു മാസത്തെ വരുമാനത്തിൻ്റെ നല്ലൊരു ഭാഗം യാത്രയ്ക്ക് വേണ്ടി ചെലവാകുന്നു. എന്നാൽ സൗജന്യ യാത്രാ പദ്ധതിയിലൂടെ നല്ലൊരു തുക സ്ത്രീകൾക്ക് മിച്ചം വരുന്നു. ഇത് കുടുംബജീവിതത്തിലെ മറ്റ് അത്യാവശ്യങ്ങൾ നടത്തുന്നതിന് ഏറെ സഹായകരമാകുന്നു. സർക്കാർ പ്രഖ്യാപിച്ച ഈ സൗജന്യം KSRTCയെ ബാധിക്കുമോ എന്ന ആശങ്ക പൊതുജനങ്ങളിലും ജീവനക്കാർക്കിടയിലും ഉണ്ടായിട്ടുണ്ട്. സൗജന്യ വിദ്യാഭ്യാസം സർക്കാർ സ്കൂളുകളിലൂടെയും, സൗജന്യ ചികിത്സ സർക്കാർ ആശുപത്രികളിലൂടെയും, സൗജന്യ ഭക്ഷ്യവിതരണം സിവിൽ സപ്ലൈസിലൂടെയും നടത്തുന്നതുപോലെ യാത്രാ സൗജന്യം സർക്കാരിൻ്റെ ഗതാഗത സംവിധാനമായ KSRTCയിലൂടെ നടപ്പിലാക്കുന്നു. ഓരോ മാസവും സൗജന്യ യാത്രയുടെ ഭാഗമായുള്ള ടിക്കറ്റിൻ്റെ തുക സർക്കാർ KSRTCക്ക് നൽകേണ്ടതാണ്. ഈ സാമ്പത്തിക ബാധ്യത സർക്കാർ കൃത്യമായി നൽകുമെന്നതിൽ യാതൊരു ആശങ്കയും വേണ്ടെന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഗതാഗത മന്ത്രിയും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഭാഗമായി സ്ത്രീകളുടെ സഞ്ചാര സ്വാതന്ത്ര്യം എന്ന ആവശ്യത്തിനും അവരുടെ അവകാശത്തിനും ശക്തി പകരുന്നതാണ് പ്രിയദർശിനി എന്ന പേരിലുള്ള ഈ സാമൂഹിക മുന്നേറ്റം. ഈ പുതിയ പദ്ധതി വിജയകരമായി തുടരാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. KSRTCയെ ശക്തിപ്പെടുത്തിക്കൊണ്ട് പദ്ധതിയുടെ സാമ്പത്തിക ചെലവ് പൂർണ്ണമായി സംസ്ഥാന സർക്കാരാണ് വഹിക്കുക. KSRTCയുടെ ധനപരമായ കരാർ ബാധ്യതകളും ദൈനംദിന ഓപ്പറേഷണൽ ചെലവുകളും ഉറപ്പുവരുത്തുന്ന തരത്തിൽ സുഗമമായ ക്യാഷ് ട്രാൻസ്ഫർ ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ സംവിധാനം ഇതിനായി നടപ്പാക്കും. ഞാൻ മാനന്തവാടി KSRTCയിലെ കണ്ടക്ടറാണ്. പേര് പ്രസാദ് എന്നാണ്. ഞാൻ ഏകദേശം ഒരു 27 വർഷമായി KSRTC എന്ന ഒരു പ്രസ്ഥാനത്തിലേക്ക് വന്നിട്ട്. അപ്പോൾ എൻ്റെ ജീവിതത്തിനും എൻ്റെ ഒരു ജീവിതത്തിൻ്റെ ഒരു ഏറ്റവും കൂടിയ കാലയളവിലും ഈ KSRTC കൂടുതൽ സ്വാധീനം ചെലുത്തുകയും KSRTC കൊണ്ട് എനിക്ക് എൻ്റെ ജീവിതം കെട്ടുറപ്പുള്ളതാക്കാനും കഴിഞ്ഞിട്ടുണ്ട്. അതിനുപരി ഇപ്പോൾ നമ്മൾ KSRTC എല്ലാ വർഷവും എല്ലാ കാലത്തും നമ്മൾ നഷ്ടത്തിൽ കടങ്ങളുടെ കണക്ക് മാത്രമേ നമ്മൾ ഈ പൊതുജന സമക്ഷത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതെങ്ങനെ കടം വരുന്നുവെന്നോ എത്രത്തോളം കടമുണ്ടെന്നോ ഒരു ധാരണ ഇല്ലായിരുന്നു. മാറി മാറി വരുന്ന സർക്കാരുകൾ, പെൻഷൻ, അതേപോലെ നമ്മുടെ ശമ്പളം, ഇതെല്ലാം നമുക്ക് അവർ ഓരോ മാസവും നമുക്ക് തരികയും അങ്ങനെയാണ് ഈ ഓരോ കാലഘട്ടത്തിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നത്. മുൻപ് വന്ന സർക്കാർ +2 വരെയുള്ള വിദ്യാർത്ഥികൾക്ക് സൗജന്യ യാത്ര പ്രഖ്യാപിച്ചു. അത് സുഗമമായി നടക്കുന്നുണ്ട്. അത് നടപ്പിലാക്കുമ്പോഴും കുറേ ആൾക്കാർ നമ്മൾ വിമർശിച്ചിട്ട് എന്താ വെച്ചാൽ നഷ്ടത്തിലോട്ടുന്ന സ്ഥാപനത്തിൽ എങ്ങനെ നിങ്ങൾക്ക് സൗജന്യം വിദ്യാർത്ഥികൾക്ക് കൊടുക്കാൻ പറ്റും എന്ന രീതിയിൽ ഒരു സംസാരവും കാര്യങ്ങളൊക്കെ വന്നിരുന്നു. എന്നാൽ അത് ഒരു പ്രശ്നങ്ങളില്ലാത്ത രീതിയിൽ ഇപ്പോഴും നടന്നു പോകുന്നുണ്ട്. ഏകദേശം 10 വർഷത്തിന് മുകളിലായി വിദ്യാർത്ഥികൾക്ക്, +2 വരെയുള്ള വിദ്യാർത്ഥികൾക്ക് സൗജന്യ യാത്ര കൊടുക്കുന്നു. അതേപോലെ ഈ ഇന്ദിരാ ഗ്യാരണ്ടി എന്ന പേരിൽ ഈ പുതിയ സർക്കാർ വന്നിട്ട് ഒരു KSRTC എല്ലാതരം സ്ത്രീകൾക്കും, എല്ലാ സ്ത്രീകൾക്കും TT ഓർഡിനറി, ഫാസ്റ്റ് ഒഴികെയുള്ള എല്ലാ വണ്ടികളിലും ഫ്രീ സംവിധാനം കൊടുക്കുമ്പോൾ
നമ്മൾ KSRTCയിലേക്ക് ജനങ്ങൾ കുറച്ചുകൂടെ നമുക്കൊരു ആത്മധൈര്യം തരാനും എല്ലാവരുടെ ഭാഗത്തും അവരൊരു മുതലാണ്, ഇത് അവരൊരു സ്ഥാപനമാണ് എന്ന് തോന്നാനും കഴിയും. ഇതുവരെ KSRTC ചെയ്തുകൊണ്ടിരിക്കുന്ന ജനങ്ങൾക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രയോജനങ്ങൾ എന്തൊക്കെയാണെന്ന് ഒരുവിധം ജനങ്ങൾക്ക് കുറവായിട്ട് അറിയാൻ സാധിക്കും. എല്ലാവരും അറിയുന്നില്ല. പക്ഷേ ഇത് ഒരു വീട്ടിൽ എന്തായാലും കേരളത്തിലെ എല്ലാ വീട്ടിലെ ആൾക്കാർക്കും KSRTC കൊണ്ട് ഒരു ഉപകാരം, ഒരു പ്രയോജനം ലഭിക്കും. അപ്പോൾ അവരെല്ലാം ഒരു കരുതൽ നമുക്കുണ്ടാവും. അപ്പം നമുക്ക് സർക്കാരിനാണെങ്കിലും നമുക്ക് സഹായിക്കുമ്പോൾ ഈ ഒരു പദ്ധതി നടപ്പിലാക്കിയത് കൊണ്ടാണ് നമ്മൾ സഹായിക്കുന്നതെന്നൊരു കടപ്പാട് കൂടെ നമുക്ക് ഏത് സർക്കാരിനാണെങ്കിലും വരും. അപ്പം നല്ല രീതിയിൽ നടപ്പിലാക്കാൻ കഴിയുമെന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായ ഒരു കാര്യം. അപ്പോൾ അത് ജനങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്രദമാവും ഈ സംരംഭം. അപ്പോൾ അത് എല്ലാവരെയും പിന്തുണയും സഹകരണത്തോടു കൂടി നടപ്പിലാക്കുന്നതുകൊണ്ട് തന്നെ എല്ലാ ജനങ്ങളും, എല്ലാ തട്ടിലുള്ള ജനങ്ങളും നമുക്ക് ഒരു സപ്പോർട്ട് ചെയ്യും എന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായ ഒരു ധാരണ. പദ്ധതിയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന അധിക സാമ്പത്തിക ബാധ്യത നികത്തുന്നതിന് ടിക്കറ്റ് ഇതര വരുമാനം കണ്ടെത്തുന്നതിനുള്ള നടപടികളും കോർപ്പറേഷൻ സ്വീകരിക്കും. കോർപ്പറേഷന്റെ വരുമാനം പൂർണ്ണമായി സംരക്ഷിക്കപ്പെടും എന്നതാണ് ഈ പദ്ധതിയുടെ അടിസ്ഥാന തത്വം. KSRTCയെ ശക്തിപ്പെടുത്തിക്കൊണ്ടുതന്നെയാണ് സ്ത്രീകൾക്കുള്ള ഈ അവകാശം സർക്കാർ ഉറപ്പാക്കുന്നത് എന്നാണ് ഗതാഗത മന്ത്രി CP ജോൺ പറഞ്ഞത്. പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ജൂൺ 15 രാവിലെ 8:30 തമ്പാനൂർ ബസ് ടെർമിനലിൽ മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. ഉദ്ഘാടന സർവീസിന്റെ ഡ്രൈവറും കണ്ടക്ടറും വനിതകളായിരിക്കും എന്ന പ്രത്യേകതയുമുണ്ട്. വിവിധ തൊഴിൽ മേഖലകളിൽ നിന്നുള്ള സാധാരണ വനിതാ യാത്രക്കാരും ഉദ്ഘാടന യാത്രയിൽ പങ്കാളികളാകും. സംസ്ഥാനതല ഉദ്ഘാടനത്തെ തുടർന്ന് അന്ന് തന്നെ രാവിലെ 9 മണിക്ക് സംസ്ഥാനത്തെ ഓരോ ഡിപ്പോയിലും ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ പ്രാദേശികതല ഉദ്ഘാടനങ്ങളും നടക്കും. മാനന്തവാടിയിൽ ബസ്സിലെ സ്ത്രീകളുടെ സൗജന്യയാത്ര പ്രിയദർശിനി ഉദ്ഘാടനം നിർവഹിക്കുന്നത് മാനന്തവാടി നിയോജകമണ്ഡലം MLA ഉഷാ വിജയനാണ്. പ്രിയമുള്ളവരെ, ഞാൻ ഉഷാ വിജയൻ, മാനന്തവാടി നിയോജകമണ്ഡലം MLA. ജൂൺ 15 KSRTC ഓർഡിനറി ബസ്സുകളിൽ എല്ലാ സ്ത്രീകൾക്കും സൗജന്യ യാത്രാ സൗകര്യം ഒരുക്കിയിരിക്കുന്ന കേരള സർക്കാർ തീരുമാനത്തെ ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സ്ത്രീകളുടെ സാമൂഹ്യ സാമ്പത്തിക വിദ്യാഭ്യാസ മുന്നേറ്റത്തിന് ഗതാഗത സൗകര്യം വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. യാത്രാ ചെലവിൻ്റെ ഭാരത്തിൽ നിന്ന് സ്ത്രീകളെ ഒരു പരിധിവരെ മോചിപ്പിക്കുന്ന ഈ പദ്ധതി അവരുടെ സ്വാതന്ത്ര്യത്തിനും ആത്മവിശ്വാസത്തിനും കൂടുതൽ കരുത്തു പകരും. വിദ്യാർത്ഥികൾക്കും തൊഴിലാളികൾക്കും കുടുംബ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്ന സ്ത്രീകൾക്കും ഈ പദ്ധതി വലിയ സഹായമാകും. കേരളം സ്ത്രീ സൗഹൃദ സമൂഹം സൃഷ്ടിക്കുന്നതിൽ എന്നും മുൻപന്തിയിലാണ്. സ്ത്രീകളുടെ സുരക്ഷയും സഞ്ചാര സ്വാതന്ത്ര്യവും ഉറപ്പാക്കുന്ന ഇത്തരം പദ്ധതികൾ സമൂഹത്തിലെ ലിംഗസമത്വം ശക്തിപ്പെടുത്താൻ സഹായിക്കും. ഈ അവസരത്തിൽ ഈ പദ്ധതിയിലൂടെ ഗുണഭോക്താക്കളാവുന്ന എല്ലാ സ്ത്രീകളെയും ഞാൻ അഭിനന്ദിക്കുന്നു. പൊതുഗതാഗത സംവിധാനത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും സ്ത്രീകളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനും ഇത്തരത്തിലുള്ള ക്ഷേമ പദ്ധതികൾ തുടർന്നും നടപ്പിലാക്കാൻ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. എല്ലാവർക്കും എൻ്റെ നന്ദി. യാത്രാ ചെലവിനത്തിൽ ലാഭിക്കുന്ന തുക ഓരോ കുടുംബത്തിന്റെയും കയ്യിലെത്തുന്ന നേരിട്ടുള്ള വരുമാനമായി മാറും എന്നതാണ് പദ്ധതിയുടെ ഏറ്റവും പ്രധാന സാമൂഹിക സാമ്പത്തിക നേട്ടം. ദിവസവും ജോലിക്കും പഠനത്തിനും ചികിത്സയ്ക്കും വിപണിയിലേക്കും യാത്ര ചെയ്യുന്ന ലക്ഷക്കണക്കിന് സ്ത്രീകൾക്ക് പ്രതിമാസം ഗണ്യമായ തുക കുടുംബ ബജറ്റിൽ മിച്ചം വയ്ക്കാനാകും. യാത്രാ ചെലവ് എന്ന തടസ്സം നീങ്ങുമ്പോൾ സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തം വർദ്ധിക്കും. വിദ്യാഭ്യാസത്തിനും നൈപുണ്യ പരിശീലനത്തിനും സംരംഭക പ്രവർത്തനങ്ങൾക്കും കൂടുതൽ സ്ത്രീകൾ മുന്നോട്ട് വരും. വീടിന്റെ 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങാതെ ആത്മവിശ്വാസത്തോടെയും അന്തസ്സോടെയും പൊതു ഇടങ്ങളിലേക്ക് ഇറങ്ങാനുള്ള സ്വാതന്ത്ര്യം കൂടിയാണ് ഈ പദ്ധതി ഉറപ്പാക്കുന്നത്. പ്രിയദർശിനി പദ്ധതിയെക്കുറിച്ച് KSRTCയിലെ റിട്ടയർഡ് ഉദ്യോഗസ്ഥൻ ജോയ് KM. ജൂൺ 15 മുതൽ ആരംഭിക്കുന്ന സ്ത്രീകളുടെ ഫ്രീ ടിക്കറ്റ്, KSRTCയിലുള്ള യാത്രയിൽ അനുവദിക്കുന്ന ഫ്രീ ടിക്കറ്റ് പൈസ മുടക്കില്ലാതെ യാത്ര ചെയ്യാൻ കഴിയുന്നത് ബഹുദൂരം വർഷം വരുന്ന നിർധനരായ സ്ത്രീ വിഭാഗം യാത്രക്കാർക്ക് വളരെ ഗുണകരമാണ്. ഗവൺമെന്റിന്റെ ഈ നൂതന പദ്ധതിയെ അങ്ങേയറ്റം അഭിനന്ദിക്കുന്നു. KSRTC യാത്രക്കാരിൽ ഏതാണ്ട് പകുതിയോളം സ്ത്രീകളാണ് എന്നതിനാൽ പദ്ധതിയുടെ ഗുണഫലം സംസ്ഥാനത്തെ ഓരോ വീട്ടിലും നേരിട്ടെത്തും.
സ്ത്രീകൾ ലാഭിക്കുന്ന യാത്രാ ചെലവ് പ്രാദേശിക സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ ഉണർവ് നൽകും. സ്വകാര്യ വാഹനങ്ങളിൽ നിന്ന് പൊതുഗതാഗതത്തിലേക്കുള്ള മാറ്റം ഇന്ധന ഉപഭോഗവും കാർബൺ ബഹിർഗമനവും ഗതാഗതക്കുരുക്കും ഗണ്യമായി കുറയ്ക്കും. കേരളത്തിന്റെ ഹരിത ലക്ഷ്യങ്ങളിലേക്കുള്ള സുപ്രധാന ചുവടുവയ്പ് കൂടിയാണ് പ്രിയദർശിനി പദ്ധതി. അഭിപ്രായം പങ്കുവയ്ക്കുന്നത് KSRTC കണ്ടക്ടറായി ജോലി ചെയ്യുന്ന സുമേഷ്. കേരളത്തിലെ സാധാരണക്കാരായ സ്ത്രീകളുടെ ജീവിത നിലവാരം വർദ്ധിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ കേരള സർക്കാർ പുതിയതായിട്ട് നടപ്പിൽ വരുത്തിയ പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതിയെ ഒരു ജീവനക്കാരൻ എന്നതിൽ സ്വാഗതം ചെയ്യുകയാണ്. മുൻകാലങ്ങളിൽ KSRTCയെ പറ്റി ഒരു ആരോപണം ഉണ്ടായിരുന്നത് ഇത് ജനങ്ങളുടെ നികുതി പണം തിന്നു തീർക്കുന്ന ഒരു വെള്ളാനയാണ് എന്നുള്ളതായിരുന്നു. ആ കാലഘട്ടത്തിൽ ഞങ്ങൾ ജീവനക്കാർക്ക് ശമ്പളം തരുന്നത് പോലും തീറ്റിക്കാശ് എടുത്ത് തരുന്നു, നികുതി പണം വെറുതെ ചിലവാക്കി തീർക്കുന്നു എന്നുള്ള രീതിയിലുള്ള ആരോപണം കേട്ട സ്ഥലത്ത് നിന്ന് ഇന്ന് ജനങ്ങളുടെ ഇടയിലേക്ക് വലിയ രീതിയിൽ ഇറങ്ങിച്ചെന്ന് ഏറ്റവും സ്വീകാര്യമായിട്ടുള്ള ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത് വഴി ഞങ്ങൾക്ക് തന്നെ ആത്മാഭിമാനം തോന്നുന്ന ഒരു സാഹചര്യമാണുള്ളത്. ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം എന്ന നിലയിലേക്ക് 100% മാറുക എന്നുള്ള ഒരു സാധ്യത ഇവിടെ ഞങ്ങൾ തന്നെ കാണുകയാണ്. അതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായ രീതിയിലേക്ക് ഈ സംരംഭം മാറട്ടെ. നഷ്ടം എല്ലാം സർക്കാർ തന്നെ നികത്തും എന്നുള്ള ആ ഒരു രീതിയിൽ തീരുമാനം കൂടി വന്ന സ്ഥിതിക്ക് ഏറ്റവും സ്വീകാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിൽ ഏറ്റവും അഭിമാനം കൊള്ളുകയും ചെയ്യുന്നു. പദ്ധതിയുടെ നിർവഹണ ഫലവും നടപ്പാക്കൽ രീതിയുടെ കാര്യക്ഷമതയും വിലയിരുത്തിയ ശേഷം തുടർ പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കുമെന്നാണ് സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. അഭിപ്രായം പങ്കുവയ്ക്കുന്നു മാനന്തവാടി KSRTC ഡിപ്പോ ജീവനക്കാരൻ അൻവർ സാദിഖ്. സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ പുതിയ പദ്ധതിയായ പ്രിയദർശിനി വനിതകൾക്ക് KSRTC ഓർഡിനറി ബസ്സിൽ സൗജന്യ യാത്ര അനുവദിച്ചത് ഈ ഗവൺമെന്റിന്റെ ചരിത്രപരമായ ഒരു തീരുമാനമായി കാണുന്നു. ഇതിൽ ജീവനക്കാർക്ക് ഇടയിൽ ഉണ്ടാകുന്ന ആശങ്കകളടക്കം പരിഹരിച്ച് ഗവൺമെന്റ് മുന്നോട്ട് പോകും എന്നതെന്ന ഉറപ്പിന്മേൽ എല്ലാവിധ അഭിവാദ്യങ്ങളും നേരുന്നു. പൊതുഗതാഗതം ജനങ്ങളുടെ അവകാശമാണ് എന്ന കാഴ്ചപ്പാടോടെയുള്ള തുടർ നടപടികളും സർക്കാർ ആവിഷ്കരിക്കുന്നുണ്ട്. ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾക്ക് ഏറെ പ്രയോജനകരമായ ഗ്രാമവണ്ടി സർവീസുകൾ വിപുലീകരിക്കും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ ഗ്രാമവണ്ടി പദ്ധതി കൂടുതൽ പ്രദേശങ്ങളിൽ നടപ്പാക്കുന്നതിനുള്ള നടപടികളും സ്വീകരിക്കും. KSRTCക്ക് ബസ് സംഭാവന ചെയ്യാൻ താൽപര്യമുള്ള വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും അതിനുള്ള സൗകര്യവും ഏർപ്പെടുത്തും. പൊതുഗതാഗത ശൃംഖലയെ ശക്തിപ്പെടുത്തുന്നതിൽ സമൂഹത്തിന്റെ പങ്കാളിത്തം കൂടി ഉറപ്പാക്കുന്ന നൂതന സംരംഭമായിരിക്കും ഇത്. പുതിയ റൂട്ടുകളുടെ സാധ്യത വിദഗ്ധരുടെ സഹായത്തോടെയും നവീന സാങ്കേതിക വിദ്യകളുടെ പിന്തുണയോടെയും ശാസ്ത്രീയമായി പരിശോധിക്കും. പൊതുജനങ്ങൾക്ക് ഏറ്റവും പ്രയോജനകരമായ രീതിയിൽ പുതിയ റൂട്ടുകൾ രൂപകൽപ്പന ചെയ്യുക എന്നതാണ് ലക്ഷ്യം. ഒപ്പം പുതിയ രാത്രികാല സർവീസുകൾ ആരംഭിക്കുന്നതിനുള്ള സാധ്യതയും പരിശോധിക്കുമെന്നാണ് സർക്കാർ ഉറപ്പു നൽകുന്നത്. പ്രിയദർശിനി പദ്ധതി സുഗമമായി മുന്നോട്ടു പോവുകയാണെങ്കിൽ കേരളത്തിലെ സ്ത്രീ സമൂഹത്തിന്റെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന്റെയും അന്തസ്സിന്റെയും പുതിയ അധ്യായമായിരിക്കും കേരള ചരിത്രത്തിൽ കൂട്ടിച്ചേർക്കുക. ശ്രോതാക്കൾ കേട്ടത് പ്രിയദർശിനി, സ്ത്രീകളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് പുതിയ മുഖം. നിർവഹണം പ്രജിഷ രാജേഷ്. നിർവഹണ സഹായം റനീഷ് ആര്യപ്പള്ളി.